എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണെന്നുള്ളത് ഒരു സത്യമാണ്. അത് ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾക്കും ജീവനും സ്വത്തിനുമെതിരെയുള്ള ആക്രമണങ്ങളാവട്ടെ, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നേരെ, ആശയത്തിനു നേരെ, മതചിഹ്നങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അവഹേളനങ്ങളും, സാഹിത്യത്തിൻ്റെയോ കലയുടെയോ പേരിലുള്ള അവഹേളനപരമായ ചിത്രീകരണങ്ങളുമാവട്ടെ, ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന മതസമൂഹത്തിലൊന്ന് ഇന്ന് ഭാരതത്തിൽ, കേരളത്തിൽ ക്രൈസ്തവരാണ്. അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ മൂല്യങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള വളരെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഇന്ന് നേരിടുകയാണ്. അത് സാഹിത്യകാരന്മാരുടെ രൂപത്തിലാവട്ടെ, രാഷ്ട്രീയ പോഷക സംഘടനകളുടെ രൂപത്തിലാവട്ടെ, കലാവിഷ്കാരങ്ങൾ നടത്തുന്നവരുടെയോ സിനിമ പ്രവർത്തകരുടെയോ ഇടയിലാവട്ടെ, ക്രൈസ്തവ ബിംബങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മൂല്യബോധത്തിനും നേരെ കയറി ആക്രമിച്ചാലേ അവരൊക്കെ സാഹിത്യകാരന്മാരാവൂ, അവരൊക്കെ സ്വതന്ത്ര ചിന്തയും യുക്തിബോധവും ഉള്ളവരായിട്ട് മാറൂ എന്നുള്ള വികലവും വിലക്ഷണവുമായ ഒരു ചിന്ത ഇന്ന് പ്രബലപ്പെട്ടു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ഒരു ആദർശപരതയായിട്ട് പലരും കാണുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല വിശ്വാസമെന്നും യേശുക്രിസ്തുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും യാതൊരു കോട്ടവും സംഭവിക്കാനില്ലെന്നും ഒക്കെ പറയുന്ന ധാരാളം മതേതര സ്വതന്ത്ര നിഷ്കുകൾ ക്രൈസ്തവർക്കിടയിലും ബുദ്ധിജീവി പരിവേഷം നേടാൻ വേണ്ടി പൊതുസമൂഹത്തിന്റെ കയ്യടികൾക്കും പോപ്പുലാരിറ്റിക്കും വേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട്. അത്തരക്കാരോട് പറയാനുള്ള ഒരു കാര്യം, സ്വന്തം കുടുംബത്തിനെതിരെ, അപ്പനെതിരെ അപവാദ പ്രചരണം നടത്തുന്നവനെ, അവനെതിരെ ഒരു പെറ്റി കേസെങ്കിലും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മക്കളെന്ന് പറയുന്നതിൽ പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? മാതൃരാജ്യത്തിന്റെ ദേശീയ പതാക ഒരുത്തൻ നിലത്തിട്ട് ചവിട്ടുന്നത് കണ്ട് മിണ്ടാതെ നോക്കി നിൽക്കുന്നത് സഹിഷ്ണുതയുടെ തെളിവാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതുതരം പൗരനാണ്? നിങ്ങളുടെ ദേശീയ വികാരം എന്താണ്? അപ്പോൾ ഇത്തരക്കാർ ബുദ്ധിജീവി പരിവേഷവും പോപ്പുലാരിറ്റിക്കും കയ്യടികൾക്കും വേണ്ടി വിശ്വാസത്തിനെതിരെ ഉയരുന്ന ആക്രമണങ്ങളെ, വിശുദ്ധ വിഷയങ്ങൾക്ക് നേരെ നടത്തുന്ന ബോധപൂർവമായ നിരന്തര അവഹേളനങ്ങളെ മിണ്ടാതിരിക്കുന്നത് ആത്മബലമില്ലാത്ത ഭീരുത്വത്തിന്റെ ലക്ഷണമാണെന്ന് മാത്രം ഓർപ്പിക്കട്ടെ. ഇത്രയും പറയാനുള്ള കാരണം, 150 വർഷത്തിന്റെ അടുത്ത് പാരമ്പര്യവും പെരുമയുമുള്ള ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഈ അടുത്ത് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തോടനുബന്ധിച്ച് അതിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു പോസ്റ്റർ വരുന്നത്. വിശുദ്ധ കുരിശിൽ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം രക്ഷയുടെ ഏറ്റവും വിശുദ്ധ അടയാളമായിട്ട് കരുതുന്ന വിശുദ്ധ കുരിശിൽ ഒരു പെൺരൂപത്തെ ചേർത്ത് വെച്ച് അശ്ലീലവും അസഭ്യധ്വനിയുള്ളതുമായ കവിതാശകലങ്ങളുടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. SFI എന്ന് പറയുന്ന കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ ഒരു കലാപ്രകടനം ബ്രണ്ണൻ കോളേജിൽ നടത്തിയിരിക്കുന്നത്. കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പിയിടുന്ന പരട്ടപ്പിള്ളേർ പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലവാരമാണ് SFI സംഘടന ബ്രണ്ണൻ കോളേജിലെ ഈ ആവിഷ്കാരണത്തിലൂടെ നടത്തുന്നത്. ഇതാദ്യമല്ല ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ആക്ഷേപങ്ങൾ, അവഹേളനങ്ങൾ നടക്കുന്നത്. ഇതിനു മുമ്പ് പെല്ലറ്റ് എന്ന പേരിൽ അവർ എഴുതിയ ഒരു കയ്യെഴുത്തു മാസികയിൽ ക്രൈസ്തവ വിശ്വാസത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രംഗമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നവാഗതർക്ക് സ്വാഗതം കൊടുക്കുന്നിടത്ത് അശ്ലീല ചിത്രങ്ങളോടൊപ്പം അമേരിക്കൻ സ്വർഗ ലൈംഗിക പ്രേമിയായ ഗോയിറ്റുബറിയുടെ ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ് നോട്ട് ഫോർ അവർ സെക്ഷുവാലിറ്റി എന്ന കുപ്രസിദ്ധ വാചകം ചേർത്ത് വെച്ചതും ഇതേ SFI സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ളതിനകത്ത് മറ്റൊരു സംശയത്തിനും ആവശ്യമില്ല. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ, മൂല്യബോധങ്ങൾക്കെതിരെ ഒരു പൊതുസമൂഹത്തെ, വളർന്നു വരുന്ന തലമുറയുടെ ബോധമണ്ഡലത്തെ തിരിച്ചുവിടാൻ, വിഷലിപ്തമാക്കാനുള്ള കൃത്യമായ അജണ്ടയോടുകൂടിയാണ് SFI ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഒരു സാക്ഷ്യമാണ് ഈ ബ്രണ്ണൻ കോളേജിലെ കുരിശിനെ അവഹേളിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ നികൃഷ്ടവും സംസ്കാരശൂന്യവുമായ ഈ ഒരു പോസ്റ്റർ. ബ്രണ്ണൻ കോളേജിന്റെ പിറവിക്ക് കാരണമായിട്ടുള്ള
എഡ്വേർഡ് ബ്രണ്ണനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഈ പിള്ളേർ ഇത്തരം പോക്കണം കെട്ട പരിപാടിയുമായിട്ട് ഇറങ്ങുകയോ ഇങ്ങനെയുള്ള അധമ കലാസൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും മ്ലേച്ഛത എഴുതി സാഹിത്യകാരന്മാരുടെ പദവിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അവർ അവസരം കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ല. അപമാനകരമാണ് SFIയുടെ ഈ ഒരു നിലപാട്, ഇങ്ങനെയുള്ള പ്രോത്സാഹനപരമായ കാര്യങ്ങൾ. 35 വർഷം 1800കളുടെ ആദ്യപാദം തലശ്ശേരി കടയിലെത്തുകയും ഈ നാട്ടുകാരനായി ജീവിക്കുകയും ഇവിടെ മരിക്കുകയും ചെയ്ത എഡ്വേർഡ് ബ്രണ്ണന്റെ വിൽപത്രത്തിൽ തലശ്ശേരിയിലുള്ള സാധുക്കളായ മനുഷ്യർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം നീക്കിവെച്ച 1.5 ലക്ഷം രൂപയിൽ നിന്നാണ് 1962 ഈ സ്കൂൾ, ബ്രണ്ണൻ സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നീട് അത് കോളേജായിട്ട് ഉയർത്തപ്പെടും. നീണ്ട വർഷങ്ങൾ ജർമ്മനി ആസ്ഥാനമായിട്ടുള്ള ബേസിൽ മിഷൻ ആയിരുന്നു, ക്രൈസ്തവ സംഘടനയായിരുന്നു ഈ കോളേജിന്റെ നടത്തിപ്പിന്, സ്കൂളിന്റെ നടത്തിപ്പിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തത്. അങ്ങനെയുള്ള മനുഷ്യസ്നേഹികളുടെ പദവിയിൽ എന്നും ഇടം പിടിച്ചിട്ടുള്ള എഡ്വേർഡ് ബ്രണ്ണൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവൻ, അദ്ദേഹം ആരാധിച്ചിരുന്ന, അദ്ദേഹം പൂജിച്ചിരുന്ന വിശുദ്ധ കുരിശിനെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കലാലയത്തിൽ വർഷങ്ങൾക്കിപ്പുറം ആക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കുടിച്ച വെള്ളത്തിൽ തുപ്പിയിടുന്ന നന്ദികേട് എന്ന് പറയുന്നത്. SFIക്കാർ രാഷ്ട്രീയം മാത്രം പഠിച്ചാൽ പോരാ, ദാസ് ക്യാപിറ്റൽ വിറ്റ്, കാൾ മാർക്സിന്റെ മൂലധനം വിറ്റിട്ടുണ്ടാക്കിയ പണം കൊണ്ടല്ല ബ്രണ്ണൻ സ്കൂളിന് തുടക്കം കുറിച്ചത്. എഡ്വേർഡ് ബ്രണ്ണൻ എന്ന മിഷണറിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അയാളുടെ ഉദാത്തമായ ക്രൈസ്തവ മാനവികതയുടെയും ധാർമ്മിക ബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ബലത്തിലാണ് സ്ഥാപനം പടുത്തുയർത്തുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടാവണം, സ്മരണയുണ്ടാവണം, എവിടെ നിന്നാണ്, എങ്ങനെയുള്ള മനുഷ്യരാൽ തുടക്കപ്പെട്ടതാണ് തങ്ങൾ ഇന്ന് വികൃതമായ അശ്ലീലമായ മതനിന്ദ നടത്തുന്ന വ്യക്തികളുടെ സമൂഹത്തിന്റെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന വികലവും വിലക്ഷണവുമായ സാഹിത്യം കൊണ്ട് മലിനമാക്കുന്ന അന്തരീക്ഷങ്ങളെന്ന് സ്മരണയുണ്ടാവണം, ഓർമ്മയുണ്ടാവണം കേരളത്തിലെ വളർന്നു വരുന്ന രാഷ്ട്രീയം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും. ഇതിൻ്റെയൊക്കെ പിറകിൽ നിരന്തരം ഇടത് പ്രസ്ഥാനങ്ങൾക്ക് വിശ്വാസത്തോട്, ക്രൈസ്തവ വിശ്വാസത്തോടുള്ള നിരന്തരമായ അവരുടെ കലഹങ്ങൾ വെളിയിൽ വരുന്നു, ശത്രുത വെളിയിൽ വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണമുണ്ട്. തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി സർഗോത്സവം നടത്തുകയാണ്. അവിടെ അരങ്ങേറിയ നാടകങ്ങളിൽ ഒന്ന് ഫ്രാൻസിസ് നെറോണയുടെ കക്കുകളി എന്ന് പറയുന്ന കഥയുടെ സ്വതന്ത്രാവിഷ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, അഗതി പരിപാലന രംഗത്ത് നീണ്ട സേവനത്തിന്റെ മഹത്തായ ഗാഥകളുള്ള, ഇതിഹാസപൂർവമായ സേവന ജീവിതം പറയാൻ പറ്റുന്ന സന്യാസിനിമാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ് ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്നത് ഇടത് മുന്നണിയാണ്. അപ്പോൾ ഇടത് പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന ഒരു നഗരസഭ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തെ, എണ്ണമറ്റ സന്യാസിനിമാരെ, അവരുടെ വിശുദ്ധ ജീവിതത്തെ മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു അക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വികൃതമായ കലാവിഷ്കാരണം നടത്തുന്നത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണ് ന്യായീകരിക്കപ്പെടാൻ പറ്റുന്നത്? ഭരണപാർട്ടിയുടെ പിന്തുണയിൽ, ഭരണവർഗത്തിന്റെ ഒത്താശയിൽ ക്രൈസ്തവ നിന്ദ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ആരോപിച്ചാൽ എങ്ങനെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റും? എല്ലാ മതങ്ങളും തുല്യമായി ആദരിക്കപ്പെടുന്ന, വിശ്വാസങ്ങൾ പരിപാലിക്കപ്പെടുന്ന ഒരു ഭരണഘടന നിലവിലുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ക്രൈസ്തവർക്ക് ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതായി മാറി. കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനവും എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേലുള്ള അവഹേളനം നടത്തലാണെന്ന് കരുതുന്ന രീതിയിൽ ഇവിടുത്തെ പൊതുവിടങ്ങൾ മാറിക്കഴിയുന്ന രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഗൂഢമായ ക്രൈസ്തവ വിരോധം നടപ്പിലാക്കാനുള്ള വഴികളായിട്ട് കലയും സാഹിത്യവും സിനിമയും മാറുന്നുണ്ടോ? ക്യാമ്പസുകൾ അങ്ങനെയുള്ള ലക്ഷണപ്പിശകുള്ള സാഹിത്യ സൃഷ്ടികളുടെയും മനോരോഗികളുടെയും ഞരമ്പ് രോഗികളുടെയും സാഹിത്യ അശ്ലീല പ്രകടനങ്ങളുടെയും വേദിയായിട്ട് മാറ്റപ്പെടുന്നുണ്ടോ? ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരം മ്ലേച്ഛ സാഹിത്യങ്ങൾക്ക് എന്തു പേരിലാണ് കുടപിടിച്ചു കൊടുക്കുന്നത്, സംരക്ഷണം കൊടുക്കുന്നത്? അപമാനകരമാണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയുള്ള മ്ലേച്ഛ സാഹിത്യങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇത് കുട്ടിക്കളിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ, കാരണവന്മാർ ഉള്ള കുട്ടികളാണ് ഇവരെങ്കിൽ ഇവരെ തിരുത്തേണ്ടതും നിയന്ത്രിക്കേണ്ടതും
എങ്ങനെയാണ് മൂല്യബോധത്തോടുകൂടി സാംസ്കാരിക ഔന്നത്യത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകളിൽ നടത്തുന്നത്? ഭാരതത്തിന്റെ മഹത്തായ മൂല്യ സംസ്കാരത്തെ മാനിച്ചുകൊണ്ട് ഇതര മതത്തെയും അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തികളെയും ഉന്മൂലനം മുടിച്ചു കളയുന്ന രീതിയിലല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും അതിന്റെ നടുവിൽ സഹോദര സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും കൂടിയാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ മുഴുവൻ പ്രസക്തിയെയും നശിപ്പിച്ചു കളയുന്ന ഇത്തരത്തിലുള്ള വികലമായ സാഹിത്യ സൃഷ്ടികൾക്ക് SFI എന്ന് പറയുന്ന സംഘടന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഉദാഹരണങ്ങൾ നൂറുണ്ട് അവരുടെ പിന്തുണയിൽ നടന്ന അധമ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പറയാൻ. പാലക്കാട് വിക്ടോറിയ കോളേജും കേരളവർമ്മ കോളേജും തലശ്ശേരി ബ്രണ്ണൻ കോളേജും ഒക്കെ നിരന്തരം അത്തരം കുപ്രസിദ്ധി നേടിയ പ്രവർത്തനങ്ങൾക്ക് വേദിയായിട്ടുള്ളതും കൂടിയാണ്. അതുകൊണ്ട് ഇത് വിശ്വാസികളുടെ വിശുദ്ധ വിഷയങ്ങളെ, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന മതചിഹ്നങ്ങളെ, മൂല്യബോധങ്ങളെ ഒക്കെ അപമാനിച്ചുകൊണ്ട് സാഹിത്യ സൃഷ്ടി നടത്താൻ പറ്റൂ, സാംസ്കാരിക പ്രവർത്തനം നടത്താൻ പറ്റൂ, പുരോഗമനം പ്രചരിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഈ നാടിനെയും വളർന്നു വരുന്ന തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന ഗൂഢലക്ഷ്യത്തോടെയുള്ള ആളുകളുടെ പിറകിൽ ആണ് ഈ സംഘടനകളൊക്കെയും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. സാംസ്കാരിക കേരളത്തിന്, മതനിരപേക്ഷ സമൂഹത്തിന് അപമാനകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിദ്വേഷ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന്, അശ്ലീല സാഹിത്യങ്ങൾ കൊടുക്കുന്ന പിന്തുണയിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി നിൽക്കുകയും ഉന്നതമായ മാനവികതയുടെയും വിശാലമായ സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും വേദികളാക്കി ക്യാമ്പസുകളെ മാറ്റാൻ തക്ക വിധത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് മൂല്യബോധവും സംസ്കാര ചിന്തയും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അതല്ലെങ്കിൽ കൂടുതൽ ഇരുളടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവശേഷിക്കുന്ന പ്രകാശത്തിന്റെ തുരുത്തുകളായ മൂല്യബോധങ്ങളെ, മതപുരുഷന്മാരെ, വിശ്വാസ വിഷയങ്ങളെ ആക്ഷേപിച്ചും അവഹേളിച്ചും വിലക്ഷണപ്പെടുത്തിയും ഈ നാട് തീരെ ജീവിക്കാൻ കൊള്ളാത്തതായിട്ട് ഇത്തരക്കാർ മാറ്റിക്കൊണ്ടിരിക്കും. ക്രൈസ്തവ വിശ്വാസികൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ വിഷയങ്ങളോട് നടത്തുന്ന ഇത്തരം അവഹേളനപരമായ നിലപാടുകൾ SFI സംഘടനയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ഇടതുമുന്നണിയും പരിശോധിക്കും, പരിഹരിക്കുമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.